നമസ്കാരം. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ ഒരു ന്യൂസ് വന്നിരുന്നു. 143 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 100 കോടിക്ക് മേലെ ജനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ 50% ആളുകളും ഇന്ത്യയിൽ പൂർ ക്ലാസ് ആണെന്നാണ് അതിൽ പറയണത്. 30% ആളുകളും മിഡിൽ ക്ലാസും 20% ആളുകളും ഹൈ ക്ലാസും. ഇവിടെ 10 വർഷത്തിന് ശേഷം 2 വിഭാഗം ജനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ അവശേഷിക്കുക എന്നുകൂടെ കണക്കുകൾ പറയുന്നുണ്ട്. അതായത് പുവർ ക്ലാസും ഹൈ ക്ലാസും. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തുടച്ചു നീക്കപ്പെടും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിൽ കാരണമായിട്ട് പറയുന്നത് 50% വരുന്ന പുവർ ക്ലാസിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, റേഷൻ ഷോപ്പുകൾ, ക്ഷേമ പെൻഷനുകൾ, ഇത്തരം വിഭാഗങ്ങൾ ഇവരെ സംരക്ഷിക്കുമ്പോൾ 20% വരുന്ന ഹൈ ക്ലാസ്സിലെ അവർക്ക് ആവശ്യമുള്ള പണം അവരെ കൈവശമുണ്ട് താനും. ബാക്കിയുള്ള 30% മിഡിൽ ക്ലാസിനെ സംരക്ഷിക്കാൻ ആരുണ്ട് ഇവിടെ? പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന വിഭാഗം മിഡിൽ ക്ലാസ് ആണ്. അതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല വാഹനം, ഇതെല്ലാം ഇവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലോണുകൾ എടുക്കുന്നു. അങ്ങനെ വരവും ചെലവും ഒത്തുപോകാത്ത നിലയിലാണ് ഇവരുടെ മുന്നോട്ട് പോക്ക് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി മുന്നോട്ട് പോകുന്തോറും വരവ് വലിയ രീതിയിൽ കൂടുന്നുമില്ല, എന്നാൽ ചെലവ് ദൈനംദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ മിഡിൽ ക്ലാസ്സിന് ഒരൊറ്റ തീരുമാനം എടുക്കാം. 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ക്ലാസ് ആകണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുവർ ക്ലാസ് ആവണോ? 2 ഓപ്ഷൻ മുമ്പിലുള്ളൂ. നിങ്ങൾക്ക് പുവർ ക്ലാസ് ആകണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇന്ന് ചെയ്യുന്ന ജോലി അത് തന്നെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ നിങ്ങൾക്കൊരു ഹൈ ക്ലാസ് ആകണോ? ഇന്നൊരു തീരുമാനമെടുക്കണം. വ്യത്യസ്തമായിട്ട് നല്ല ഹൈ റിട്ടേൺ കിട്ടുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സോ ചെയ്താൽ നിങ്ങൾക്കും ആ ഒരു ഹൈ ക്ലാസിന്റെ പട്ടികയിലേക്ക് ഉയരാൻ പറ്റും. അതിനുവേണ്ടി ഈ വരുന്ന ഞായറാഴ്ച 4 മണിക്ക് ഞങ്ങളൊരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. ആ വെബിനാറിൽ നിങ്ങളെ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു.